ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പേര് ചോദിച്ച മാരേജ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വരവ്. ഈ വീഡിയോ ഇങ്ങനെയൊന്നും ആക്കിയെടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു. അതാണ് കുറച്ച് സമയം വേണ്ടി വന്നത്. കുറച്ചിട്ട് മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു. ഇത് തലേ ദിവസത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് കേട്ടോ. കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഇപ്പോൾ അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു. അമ്മ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. ഇതെൻ്റെ ചേട്ടൻ്റെ മകളാണ്. ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഓടിക്കേറി വന്നതാണ്. ഇതെൻ്റെ ചേച്ചിയാണ്. എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, അറിയില്ല എന്താണെന്ന്, ഓർക്കുന്നില്ല. ഇതെൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അമ്മയുമാണ്. ഇത് അവളുടെ ഫാമിലിയാണ്. ഇത് എൻ്റെ ചേച്ചി, ഹസ്ബൻഡും മോനും. ഒരു മോളോടെ ഉണ്ട്. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എവിടെയാണാവോ. ഞങ്ങൾ 3 പെൺമക്കളാണ്, അച്ഛനും അമ്മയ്ക്കും. ഞാൻ നടുക്കഷ്ണമാണ്. ചേച്ചിയും അനിയത്തിയാണ് എനിക്കുള്ളത്. ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുടവ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്, രണ്ടാമത്തെ ചേച്ചി. മൂത്ത ചേച്ചി വന്നിട്ടില്ല, രണ്ടാമത്തെ ചേച്ചി. ഇങ്ങനെ പുടവ കൊടുക്കൽ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടന്നു. കുറച്ച് സമയം വൈകി ഉറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. എന്നാലും ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഉറങ്ങി. വെളുപ്പിന് ഒരു 4-4:30 മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റു, കുളിച്ചു. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഏട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാവിലെ 5 മണിയാകുമ്പോഴേക്കും തിരികെ വീട്ടിലെത്തണമായിരുന്നു. കാരണം എൻ്റെ മേക്കപ്പ് മാൻ വരുന്ന ടൈം 5 മണിയാണ്. അഞ്ച് മണി എന്ന് പറഞ്ഞാൽ 5 മണി. ഷർട്ടും മുണ്ടും മതിയായിരുന്നു എന്ന്. പിന്നെ കഴിഞ്ഞു പോയ കാര്യം പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതങ്ങനെ അങ്ങോട്ട് വിട്ടു. കാരണം ഭയങ്കരമായിട്ട് വണ്ണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഏട്ടന്. ഏട്ടൻ്റെ കൂടെ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ. ആൾക്കന്ന് 75 വയസ്സുണ്ടായിരുന്നു. നല്ല ഏജായിരുന്നു ആൾ. എൻ്റെ അമ്മയുടെ 4 മക്കളിൽ 4ാമത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ്.
അമ്മയ്ക്ക് വേറെ ആദ്യത്തെ മക്കളൊക്കെ ഉണ്ടായത് ഒത്തിരി ലേറ്റായിട്ടാണ് മാരേജ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഏജ് ഉണ്ട് അമ്മയ്ക്ക്. അപ്പോഴേക്കും താലമൊക്കെ ആയിട്ട് എൻ്റെ വരവായി. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉള്ളിൽ. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കും, ഒരു ആരും അങ്ങനെ പുറത്തൊന്നും കാണിക്കാതെ. ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം നിന്ന് വിറയ്ക്കണ സമയമാണ് കേട്ടോ. മുഖത്തുനിന്നൊന്നും അത് കാര്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും ഉള്ളൊക്കെ കിടന്നിങ്ങനെ നല്ല വിറയ്ക്കലായിരുന്നു. പിന്നെയും നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെയാണ്. അതിലുപരി സങ്കടം വരുന്ന സമയങ്ങളുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ നമ്മുടെ വിവാഹത്തെ സംബന്ധിച്ചിട്ട്. അത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് എനിക്ക് ഈശ്വരൻ സാധിച്ചു തന്നിട്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡിനെ കണ്ടാൽ അച്ഛനാണെന്നേ പറയുമെന്ന്. അതേ, അച്ഛനാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്പം വണ്ണമുണ്ട് എന്നുള്ളതല്ലാതെ മറ്റുള്ള ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എൻ്റെ ലൈഫ് വളരെ ഹാപ്പിയാണ്. ഇതുവരേക്കും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷമായി. എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അദ്ദേഹം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു ഫീൽഡ് അത് വേണ്ടാന്ന് വെച്ചു എന്നല്ലാതെ ജീവിതത്തിൽ ഒരു ഭാര്യയായി അമ്മയായി ഞാൻ ജീവിക്കുമ്പോൾ സന്തോഷവതിയായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം എനിക്കുണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം എൻ്റെ ഫീൽഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഉപേക്ഷിച്ചത് ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്. കാരണം ഈ ഫീൽഡിൽ സൗന്ദര്യം അല്പം നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ ഈ ഫീൽഡിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മൾ ഔട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കൂടെ ആരും ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ നല്ല ജീവിതം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെനിക്ക് ഒട്ടും സങ്കടം തോന്നിയിട്ടില്ല. ഫീൽഡ് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നല്ലാതെ മറ്റൊരു സങ്കടവും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ വേറൊരു കമൻറ്റും വന്നിരുന്നു, ചേച്ചി പ്രാരാബ്ദം കൊണ്ട് കല്യാണം കഴിച്ചതാണോ ഈ പുള്ളീനെന്ന്.
എനിക്കങ്ങനെ പ്രാരാബ്ദം കൊണ്ട് കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു നല്ല ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെയല്ലേ ഞാൻ മാരേജ് ചെയ്തത്. അല്ലാതെ എനിക്ക് അത്രയും പ്രാരാബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണ്. അല്ലാതെ എന്നെ ആരും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതല്ല. വളരെ കുറച്ച് നാളത്തെ ഒരു പ്രണയം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്ര വലിയ പ്രായമൊന്നുമില്ല, വണ്ണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചിട്ട് നിൽക്കണം നിപ്പായിരുന്നു. കാരണം താലികെട്ട് കഴിയാതെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിച്ചു വാരി തിന്നാത്തത്. നല്ല വിശപ്പായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അടുത്ത് നിൽക്കുന്നുണ്ട്. എത്ര കരയരുത് എന്ന് വിചാരിച്ചാലും നമ്മൾ പൊട്ടിപ്പോകുന്നൊരു നിമിഷമാണത്. കാരണം കഴിഞ്ഞ എപ്പോഴും സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ അതൊന്നും വേണ്ട. എൻ്റെ മാരേജൊക്കെ ആകുമ്പോൾ ഞാൻ കരയില്ല എന്ന് വാശി പിടിച്ച് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ദേടക്കണം പോയി. അച്ഛനും അമ്മയുടെ അവസാനം യാത്ര പറയുമ്പോൾ നമ്മൾ പൊട്ടിപ്പോവും, കരഞ്ഞു പോവും. അത് വേറൊരു ഫീലാണല്ലോ. കാരണം പെൺകുട്ടികൾക്ക് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഫീലാണത്. കാരണം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അതൊന്നും ഒന്നും മാറ്റിവെക്കേണ്ടി വരില്ല. സ്ത്രീകൾക്കാണ് ചിലത് എപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ട സമയം വരുന്നത്. അത് ഈ ഒരു വിവാഹത്തോടെയാണ്. അത് അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റി നിർത്തി പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെങ്ങനെ വന്നാലും നമ്മൾക്ക് സങ്കടമാവും. അതെത്ര കരയരുതെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിക്കൂ. അങ്ങനെ കരയാനേ പറ്റൂ. അതിൽ കൂടുതലൊന്നും കഴിയില്ല. ഇത്രയൊക്കെ കരഞ്ഞു പിഴിഞ്ഞ് ചളമാക്കുമെന്ന് ഞാനും കരുതിയില്ല കേട്ടോ. എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാവരും ഞാൻ പോകുമ്പോൾ കരയുമായിരുന്നു. അതിന് എന്താ പറയുക, കാരണം എൻ്റെ വീട്ടിൽ അവസാനത്തെ കല്യാണം എൻ്റേതായിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് മുൻപാണ് അനിയത്തിൻ്റെ മാരേജ്. എൻ്റെ മാരേജിന് ഒരു 6 മാസം മുമ്പാണ് അവളുടെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് വിവാഹം നല്ല ആഡംബരമായിട്ട് ഭംഗിയായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെ അവർ നടത്തി എന്നെ ഭർത്താവിനോടൊപ്പം പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സങ്കടവും കൂടി അവർക്ക് കാണും. എല്ലാ പെൺകുട്ടികളും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അതുപോലൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു ജനുവരി 16, 2011. പിന്നീടുള്ള എൻ്റെ കാലവും സന്തോഷം നിറഞ്ഞത് തന്നെയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷം. ഈ കാലയളവിലെല്ലാം അദ്ദേഹത്തിനാൽ കഴിയുന്ന എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഇന്നേ വരെ എനിക്ക് തന്നു. ഓഡിറ്റോറിയത്തിൽ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഏട്ടൻ്റെ അമ്മായിയും അമ്മാവനും ചേച്ചിയും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു അവിടുത്തെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന പാറിപ്പറന്നൊരു ജീവിതത്തിൽ നിന്നും ഭാര്യയായി, മരുമകളായി, അമ്മയായി ഞാൻ ജീവിച്ചു. ഇപ്പോഴും സന്തോഷവതിയായി ഞാൻ ജീവിക്കുന്നു. ദയവായി ആവശ്യമില്ലാത്ത ബാഡ് കമൻറ്റുകൾ ഇട്ട് എന്നെ വേദനിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടാറ്റാ.